ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കൈൻമാസ്റ്റർ എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് സുഹൃത്തുക്കൾക്ക് അതൊരു പ്രയോജനകരമായി തീർന്നുണ്ട്. പക്ഷേ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കൈൻമാസ്റ്റർ നമുക്ക് വർക്കിംഗ് ആവും. പക്ഷേ നമ്മുടെ അസറ്റ് സ്റ്റോറിൻ്റെ ഭാഗത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫീച്ചേഴ്സും നമുക്ക് ലഭ്യമാകുന്നില്ല. അതുപോലെ അസറ്റ് സ്റ്റോർ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. വേറെ ഒരു ഗ്രാഫിക്സോ സംഭവങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതിനുവേണ്ടി കൈൻമാസ്റ്റർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാനിവിടെ കൈൻമാസ്റ്റർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൈൻമാസ്റ്ററിൻ്റെ ഇൻ്റർഫേസ് ആണിത്. അപ്പം ഇവിടെ താഴെ രണ്ടാമതായിട്ട് കാണുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഐക്കൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഡിവൈസ് കേപ്പബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും മേലെയായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് റൺ അനാലിസിസ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിമൈൻഡർ മീ ലാറ്റർ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ റൺ അനാലിസിസ് നൗ എന്ന് പറയുന്ന ഒരു 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ റൺ അനാലിസിസ് നൗ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2-3 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇത് ഫുള്ള് റണ്ണായി വരാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ആ ഒരു അനാലിസിസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ജസ്റ്റ് ഒന്ന് ബാക്കി വരുമ്പോഴേക്കും ആ സെറ്റിങ്സിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ അഡ്വാൻസ്ഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഏറ്റവും താഴത്തെ ഒരു ഓപ്ഷൻ അൾട്ടിമേറ്റഡ് വീഡിയോ ലെയർ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് കണ്ടിന്യൂ എനിവേ കൊടുക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നിട്ട് ഇവിടുന്ന് നമുക്കൊരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നൊരു വീഡിയോ സെലക്ട് ചെയ്യാം. ഡൗൺലോഡ്. ഓക്കെ, ഇവിടുന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ടിക്ക് കൊടുക്കുന്നു. ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഗെറ്റ് മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ നെറ്റ്വർക്ക് ഓൾറെഡി ഓൺ ആയിരിക്കണം. ഞാൻ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് വൈഫൈ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗെറ്റ് മോർ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ലോഡായി വരുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, അനിമേഷൻസ്, സെലിബ്രേഷൻസ്, അതുപോലെ സിനിമാറ്റിക്, എന്ത് സംഭവങ്ങളും നമുക്കിവിടെ ഓപ്ഷൻ നമുക്ക് ലോഡായി വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കുറേയധികം സാധനങ്ങൾ, ഇവിടെ പ്രീമിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ടോ, ഇതെല്ലാം പൈസ മുടക്കിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പക്ഷേ നമ്മളിത് ക്രാക്ഡ് വേർഷൻ ആയതുകൊണ്ട് നമുക്ക് ഇത് ഡൗൺലോഡ് എടുക്കാൻ സാധിക്കും. ഞാൻ അത് കാണിച്ചു തരാം. ഇനി ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതും ഇവിടെ പ്രീമിയമാണ്. ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡൗൺലോഡ് ആണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രീമിയം ഫീച്ചർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇതാണ് നമ്മുടെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഈ വീഡിയോയിൽ നമുക്ക് ആ ഒരു ക്ലിപ്പ് ഗ്രാഫിക്സോ സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പം ജസ്റ്റ് ഞാൻ പോസ് ചെയ്ത ശേഷം ഇവിടുന്ന് നമുക്ക് ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഞെക്കുന്നു. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം ലൈൻ എന്ന് പറയുന്ന ആ ഒരു സിനിമാറ്റിക് ഗ്രാഫിക്സ് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് നമുക്ക് 1 കൊടുക്കുന്നു, ഒന്നാമത്തേത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. പ്ലേ ചെയ്ത് കാണുമ്പോഴത്തേക്ക് കണ്ടോ, നമുക്ക് ആ ഒരു സിനിമാറ്റിക് ഡിസൈൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്രാഫിക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് പ്രീമിയത്തിലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഫുള്ള് ഫ്രീ ആയിട്ട്. അപ്പം ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. ഈ ഒരു സംഭവം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ ഒരു അസറ്റ് സ്റ്റോറുകളെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു സംഭവം. നമ്മൾ ഈ 2 സംഭവങ്ങൾ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുവാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാതിരിക്കും. ഗുഡ് ബൈ.